ഹലോ ഗൈസ്, നമ്മുടെ വീട്ടിലെ രാവിലത്തെ കുറച്ച് സമയം എല്ലാവരും ഓരോ തിരക്കുകളിലായിരിക്കും. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ 2 പശുവുണ്ട്, അതിന് 2 കുട്ടികളും ഉണ്ട്. അച്ഛനാണെങ്കിൽ രാവിലെ തന്നെ പശുവിനെ കറന്ന് പാലും എടുത്ത് സൊസൈറ്റി പോയിട്ടാണ് നേരെ പണിക്ക് പോകുക. ആദ്യം കൊണ്ടുവന്നത് പായസത്തിന് ഒഴിക്കാനുള്ള തേങ്ങാപ്പാലാണെങ്കിലും രണ്ടാമത് വന്നത് ഇന്ന് എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ചൂട് പുട്ടും അതിന്റെ കൂടെ ഗ്രീൻ പീസ് കറിയും. ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഇനി എനിക്ക് തിരുനെല്ലി പോകാൻ. ഞാൻ പായസം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഏകദേശ ദിവസങ്ങളിലും ഇവനെ ഇവിടെ കാണാൻ പറ്റും. ബേബി മർബാനെയൊക്കെ തള്ളി ശീലിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബേബിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഓളിപ്പോ തള്ളി തള്ളി എങ്ങനെയൊക്കെയോ വീട്ടിന്റെ മുന്നിൽ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നാട്ടിലേക്ക് കാപ്പി പറിച്ചു കഴിഞ്ഞില്ല, അപ്പോഴത്തേക്കും പൂവായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് വലിയൊരു മഴ കിട്ടിയായിരുന്നു, അതിൻ്റെതാട്ടോ. നമ്മുടെ വീട്ടിലെ താറാവുകുട്ടികളെ തുറന്നു വിട്ട് ശീലിപ്പിച്ച് ഞാനായതുകൊണ്ട് എന്നെ കാണുമ്പോൾ ഒരേ കരച്ചിലായിരിക്കും. റോസി പട്ടിക്കാണെങ്കിൽ എന്നെ കാണുമ്പോൾ ഒടുക്കത്തെ ബഹുമാനം. വിനയം കൊണ്ടാണോ ഇനി പേടി കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാനിത് ഒറ്റച്ചക്രമുള്ള വണ്ടിയും തള്ളിയതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കാറിലേക്ക് പായസം കയറ്റി നേരെ തിരുനെല്ലിയിലേക്ക് ഒരു പോക്ക്. ഇവരാണെങ്കിൽ ആദ്യം തിരുനെല്ലിയിൽ വന്ന പോയ ടീംസാ. എന്റെ കാറ് കണ്ടപ്പോൾ വീണ്ടും തിരിച്ചു വന്നതാണ്. അപ്പൊ ഇന്നത്തെ പായസത്തിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലി ആട്ടോ. ഈ കഴിഞ്ഞ ജനുവരി 20 ഈ ഫോട്ടോയിൽ കാണുന്ന അഭിജിത്ത്, അഭിനന്ദ് എന്ന് പറഞ്ഞൊരു ഇരട്ട സഹോദരന്മാരുടെ 15ാമത് ഓർമ്മദിനം കൂടിയായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് അവരുടെ ഫാമിലി ഇന്നത്തെ പായസം മുഴുവനും സ്പോൺസർ ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിന്ന് നേരെ തിരുനെല്ലിയിൽ നിന്ന് വിട്ടു. എന്റെ കൂടെ നടന്നിരുന്ന പാച്ചു ഇപ്പൊ ബേക്കറിയിലാട്ടോ. ഇവന്റെ ബർത്ത്ഡേ ആണ് 24 വീഡിയോ കാണുന്നവരൊക്കെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കും കേട്ടോ. ബേക്കറിയിൽ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു. വല്യമ്മന്റെ വകയാണെങ്കിൽ ബോബിക്കുട്ടി കുറച്ച് ചെറുവഴക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോബിക്കുട്ടി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉള്ളതാ. എന്നാൽ ബേബിക്ക് ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ബേബിനെയും കൂടി പഠിപ്പിക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ.